ഗൈസേ, നിങ്ങൾക്കറിയോ ഈ ഒരു ഡ്രസ്സിന് എത്ര പഴക്കമുണ്ടെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി കുറേ വർഷങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു 4 3 ഉണ്ടാവും കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആര്യ എനിക്ക് കൊണ്ട് തന്നാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തരുമോ, ഇത് പ്ലെയിൻ ആയിപ്പോയി, എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് ഞാൻ സെറ്റ് ഡണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ച് ഞാൻ ഇതിൻ്റെ കാര്യമേ മറന്നുപോയി. ഇപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന സമയത്താണ് ഞാനിത് തട്ടിക്കൂട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കണം. ഇങ്ങനെ പേപ്പർ ഐറ്റംസ് ഒക്കെ വെക്കാണ്ടിരിക്കുകയായിരിക്കും ഒന്നാമത് നല്ലത് കേട്ടോ. ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ അളവിൽ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റുകളൊക്കെ എടുത്ത് വെച്ചത് വൈറ്റ് അല്ലേ, അപ്പോൾ ഒബ്വിയസ്ലി ഇതിലൊക്കെ എല്ലാ കളറും മാച്ച് ആയിരിക്കും. ബട്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും വൈറ്റും ആട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കളേഴ്സാണ് എടുക്കുന്നത്. സാധാ ആക്രിലിക് പെയിൻറ്റ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ അങ്ങനെ കളേഴ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല, സാധാ നോർമൽ ആക്രിലിക്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കുകയാണ്. എന്നിട്ടൊന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എടുത്തത് ഭയങ്കര സ്പ്രെഡായിപ്പോയി. കാരണം ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ഷിഫോൺ ജോർജറ്റൊക്കെ പോലെയുള്ള ഒരു ടൈപ്പ് ജോർജറ്റ് ആട്ടോ, ഷിഫോണല്ല, ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ പെയിൻറ്റ് കൊടുക്കുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകുന്നു. അപ്പം പെയിൻറ്റ് കുറച്ച് തിക്കിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ്റെ ഒരു ചെറിയ കുറവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ജോർജറ്റിലൊക്കെ പെയിൻറ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അതെനിക്ക് അറിയായിരുന്നു, ഇങ്ങനെ കോട്ടൺ ചെയ്താലായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന്. പക്ഷെ എനിക്ക് എന്തോ ആ മെറ്റീരിയൽ കണ്ടപ്പോൾ അതിൽ പെയിൻറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിങ്ങനെ വൈറ്റും കൂടിയല്ലേ, അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പെയിൻറ്റ് ചെയ്താണ് ചെയ്തത്. ഭയങ്കര ബോറായിട്ടൊന്നുമില്ല, ബട്ട് ഞാൻ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഷെയ്ഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മ് വരച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ ഇലകൾ വരച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇല വരയ്ക്കുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ സൈഡിലും കൂടി ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ, ഒരു കളറ്. എന്നിട്ട് നമ്മൾ ആ ഫ്ലവേഴ്സിനെ ഒന്ന് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുക ചെയ്തത്. ഞാൻ ഇങ്ങനെ കേട്ടോ ഇല വരച്ചെടുത്തത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര പാടുപെട്ടിട്ടാണ് ഞാനതിൽ വരയ്ക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് സ്മൂത്തായിട്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് റിസ്ക് എടുത്തായിരുന്നു കേട്ടോ അതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് സ്ലീവ്സാണിത്. സ്ലീവ്സിൻ്റെ എൻഡിൽ ജസ്റ്റ് ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വരയ്ക്കാൻ ചെയ്തത്. ഞാനിങ്ങനെ യോക്കിൻ്റെ അവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യണം എന്നായിരുന്നു ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൊള്ളായിപ്പോയി ഗൈസ്. എങ്ങനെ എന്നിട്ട് ഇത് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സബിൻ വന്ന് കളക്ട് ചെയ്യുക കേട്ടോ ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൾ ഇട്ടിട്ടുള്ള ഫോട്ടോ. എങ്ങനെയുണ്ട്? അവൾ ഇട്ടിട്ട് ആക്ച്വലി ഇത് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. കാരണം അവൾക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നന്നായിട്ട് ചേരാറുണ്ട്. അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. അങ്ങനെ ടോട്ടൽ ലുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. കാരണം നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്താണ് അത്ര നമുക്കൊരു ചെറിയൊരു പെർഫെക്ഷൻ്റെ കുറവ് തോന്നുന്നുണ്ടാവുക. പക്ഷേ ഇത് ഇട്ടിട്ട് കാണുന്ന ആ ഒരു ലുക്ക് അത് ഓക്കെയാണ് കേട്ടോ. അവൾക്കും ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. ടാറ്റാ, ബൈ ബൈ.